നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ലച്ചു ഒന്ന് സമാധാനമായിട്ട് നിൽക്ക്. സഞ്ജു അറിഞ്ഞ കാര്യം ലച്ചുനെ വിളിച്ചു പറഞ്ഞു. സ്വാതി വന്നാൽ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് സഞ്ജു അറിയിച്ചത്. കിച്ചൻ ഇങ്ങനൊരു ചതി ചെയ്യുന്ന ഞാൻ കരുതിയില്ല. ലച്ചുവിന് ഓർമ്മ നഷ്ടപ്പെട്ട സമയത്ത് പറ്റിപ്പോയതല്ലേ. ഇപ്പോഴാണെങ്കിൽ കിച്ചൻ ഭർത്താവാണെന്ന് സമ്മതിച്ച് സ്വാതിയുടെ സംശയം മാറ്റാമായിരുന്നു. ഇനി അതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വലിയ കളികളാ നടന്നിരിക്കുന്നെന്ന് ചേച്ചിക്ക് മനസ്സിലായി. ചേച്ചി സത്യം അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ ചേച്ചിയാ. ചേച്ചി വിഷമിപ്പിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്റെ ചേച്ചി എന്റെ മുന്നിലേക്ക് എത്തുന്നതിന് മുൻപ് എനിക്ക് നാട് വിട്ടു പോണം. ചേച്ചിയെ നേരിടാൻ എനിക്കാവില്ല. ലച്ചുവിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു ജോലി കണ്ടെത്തി ലച്ചു സ്വാതിയിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നല്ലത്. ഞാൻ അതിനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. എനിക്ക് നാട്ടിൽ ഇനി നിൽക്കാൻ പറ്റില്ല. ഡോക്ടർ കുറച്ചു ദൂരത്തേക്ക് ഒരു ജോലി ഏർപ്പാടാക്കി തന്നാ മതി. കേരളം വിട്ട് പോകുന്നതാ നല്ലത്. ആ വഴിക്ക് തന്നെയാ ഞാൻ ട്രൈ ചെയ്യുന്നത്. ആരോ വന്നല്ലോ. അത് ദക്ഷയാ. ആ സ്ത്രീ എന്താ ഇവിടെ? ആ ദക്ഷ എന്നെ കാണാൻ വേണ്ടി വന്നതാ. എനിക്ക് അവരോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഡോക്ടർ അത് അവരോട് പറഞ്ഞവരെ തിരിച്ചയച്ചേക്ക്. ലച്ചു നിക്ക്. നിങ്ങൾ എന്തിനാ വന്നത്? ലച്ചുവിനെ ഒന്ന് കാണാനാ ഞാൻ വന്നത്. ലച്ചുവിന് നിങ്ങളെ കാണാനോ സംസാരിക്കാനോ താല്പര്യമില്ല. അതെന്നോട് പറഞ്ഞിട്ടാ അവളിപ്പോ പോയത്. അവൾ അങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാം. പിന്നെന്തിനാ നിങ്ങളെ കണ്ടിട്ട് അവള് പോയത്? ഞാൻ വന്നെങ്കിൽ അവളെ കണ്ടിട്ടേ പോവും. നിനക്ക് എന്താ വേണ്ടത്? എന്നെ കണ്ടിട്ട് നീ എന്തിനാ മാറിപ്പോയത്? അതെ, നിങ്ങൾ ഇനി എന്റെ പിന്നാലെ വരരുത്. എനിക്ക് ഓർമ്മ നഷ്ടപ്പെട്ട സമയത്ത് എന്നെ വെച്ച് നിങ്ങൾ നല്ല മുതലെടുപ്പ് നടത്തിയിട്ടുണ്ട്. അന്ന് നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇനി നിങ്ങളുമായിട്ട് ഒരു ബന്ധത്തിനും ഞാനില്ല. നിന്റെ അടുത്ത് ബന്ധം കൂടാനൊന്നും അല്ല ഞാൻ വന്നത്. എനിക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, അത് നീ പാലിക്കണം. അവളോട് ഡിമാൻഡ് വെക്കാൻ നിങ്ങൾ ആരാ? ഇവളുടെ ഉത്തരവാദിത്വം ഏൽക്കാൻ നീ ആരാടാ? ഇവളുടെ ഭർത്താവോ അതോ സഹോദരനോ? ഇവളിൽ അധികാരം പറഞ്ഞ് ഒരാൾക്ക് എന്നോട് സംസാരിക്കണം. ഇവളുടെ ഭർത്താവിന്. പക്ഷേ അവൻ അതിനുള്ള ധൈര്യമില്ല. ദേ, എന്റെ കാര്യങ്ങൾ സംസാരിക്കാനും തീരുമാനമെടുക്കാനും ഞാൻ മാത്രം മതി. നിങ്ങൾ പോവാൻ നോക്കേ. ഇവിടെ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് ഞാനാ. അത് നീ പാലിച്ചേ പറ്റൂ. മംഗലശ്ശേരിയിലേക്ക് നീ ഇനി തിരിച്ചു പോകരുത്. നിന്റെ നന്മയെ കരുതി കൂടിയാ ഞാൻ ഈ പറയുന്നത്. നീ ഇപ്പൊ എടുത്ത തീരുമാനം നല്ലതാ. പക്ഷേ സ്വാതിയോ ശ്രീദേവിയോ വന്ന് വിളിച്ചാൽ നിന്റെ മനസ്സലിഞ്ഞു പോകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ കൂടി അങ്ങോട്ടയച്ച് തമ്മിലടുപ്പിച്ച് സന്തോഷിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നേന്ന് നിനക്കിപ്പോ മനസ്സിലായല്ലോ. നീ തിരിച്ചു പോകാൻ ആലോചിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ നിന്റെ കഴുത്തിലെ ഈ താലി സഞ്ജുവിന്റേതാണെന്ന സത്യം സ്വാതി അറിയും. എന്റെ കുട്ടിയെ മോൻ രക്ഷിക്കണം. എന്റെ മോളെ രക്ഷിക്കാൻ മോനെ ദൈവം അയച്ചതാ. ശരി, ഞാൻ ഇവളെ കൊണ്ടുപോവാം. പക്ഷേ മുത്തശ്ശിയുടെ കൊച്ചുമോളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോയതുകൊണ്ട്
ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവുമെന്ന് കരുതണ്ട. മോളെ, അമ്മോ, മോനെ, മോനെ സഞ്ജു, സഞ്ജു. അമ്മേ, 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 എന്തുപറ്റി അമ്മേ? എന്തുപറ്റി അമ്മേ? എണീക്കമ്മേ. അമ്മേ, അങ്കിളെ, സ്വാതി, ഒന്ന് വന്നേ. അമ്മേ, അമ്മേ, കണ്ണു തുറക്കമ്മേ. അമ്മേ, അമ്മേ, അമ്മ കണ്ണു തുറക്കമ്മേ. സ്വാതി, അവിടെ അമ്മേ, അമ്മ എണീക്കമ്മേ. അമ്മേ, മോളെ എന്താ പറ്റിയത്? അയ്യോ, ശ്രീദേവി, മുത്തശ്ശി, ശ്രീദേവി. ശ്രീദേവിക്ക് ആ പഴയ അസുഖം വീണ്ടും വന്നതാ. എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക്. അയ്യോ, മോളെ ശ്രീദേവി. അങ്കിളെ, വണ്ടി എടുക്ക്. നിരീഷ, വേഗം ചെല്ല്. മോളെ ശ്രീദേവി, മോളെ പിടിക്കേ. ശ്രീദേവി, അയ്യോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.